കേന്ദ്ര വ്യവസായ മന്ത്രി പ്രഫുൽ പട്ടേലിന്റെയും കേന്ദ്ര ഭക്ഷ്യമന്ത്രി കെ.വി. തോമസിന്റെയും സാന്നിധ്യത്തിൽ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് കളമശ്ശേരി എച്ച്.എം.ടി ടൂൾസ് പ്രത്യേക കമ്പനിയാക്കാൻ തീരുമാനിച്ചത്. ഏറെക്കാലമായുള്ള ഈ ആവശ്യം അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. എന്നാൽ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ശമ്പള വർധന, വർക്കിംഗ് ക്യാപിറ്റലിന്റെ കുറവ്, വിരമിക്കൽ പ്രായപരിധി ഉയർത്തൽ എന്നിവ പരിഗണിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ തൊഴിലാളികൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുന്നത് ഇതിനെപ്പറ്റി യാതൊന്നും തന്നെ പറയുന്നില്ല. അല്ലെങ്കിൽ വിരമിക്കൽ പ്രായം 60 ആക്കുന്നത് അടിയന്തരമായിട്ട് നടപ്പിലാക്കാത്തത് എച്ച്.എം.ടിയുടെ ഭാവി അപകടത്തിലാക്കുമെന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. പ്രത്യേക കമ്പനിയാക്കുന്നതോടെ BPCL, കൊച്ചി മെട്രോ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഫാക്ട്, LNG ടെർമിനൽ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ കളമശ്ശേരി എച്ച്.എം.ടി യൂണിറ്റിനാകും. ഇത് കമ്പനിക്കാവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ അഭിപ്രായപ്പെട്ടു. DMRC, മെട്രോ, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അതും ഏതാണ്ട് കൊടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഈ രീതിയിൽ നമുക്ക് കിട്ടും. രാജ്യത്തെ 8 എച്ച്.എം.ടി യൂണിറ്റുകളിൽ 1963 സ്ഥാപിച്ച കളമശ്ശേരിയിലേതു മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിന്റെ ലാഭവിഹിതം ഇവിടുത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക കമ്പനിയാക്കുന്നതോടെ ഈ പരാതി പരിഹരിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. കൂടാതെ 3500ഓളം തൊഴിലാളികളുണ്ടായിരുന്ന കളമശ്ശേരിയിൽ ഇപ്പോൾ 1000-ൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സന്ധ്യ ലക്ഷ്മണൻ, മീഡിയ 1, കൊച്ചി.